അയ്യോ കൊച്ചമ്മ സുരഭി സുരഭി നീ എന്തിനാടാ പേടിക്കുന്നേ? വരട്ടെന്ന്. പേടിയൊന്നുമില്ല, എന്നാലും വാ വാ. എല്ലാരും കൂടെ പട്ടം കൂടിയിരുന്നേ എന്നെ ഒതുക്കാനുള്ള ഗൂഢാലോചനയായിരിക്കും. എന്തോന്ന് ഗൂഢാലോചന? അതെ, എന്റെ വീട്ടിലിരുന്നോണ്ട് ഞങ്ങൾ ഗൂഢമായിട്ട് ആലോചിക്കണോ അതോ ഗൂഢമില്ലാതെ ആലോചിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. നിനക്ക് എന്തിന്റെ സുഖടാ? എന്തെങ്കിലും തീരുമാനിക്ക്. എന്റെ പാട്ടിൽ കഞ്ഞിടണ്ട ആരും. അയ്യോ തെറ്റിപ്പോയി. പിന്നെ എന്തോ തെറ്റി? ഒന്നും തെറ്റിയില്ല. അങ്ങനെയല്ല, എന്റെ കഞ്ഞിൽ പാറ്റയിടാതെ നോക്കണെന്നാണ്. അതുപോലും അറിഞ്ഞൂടാ വലിയ അച്ചാർ കമ്പനി മുതലാളി. എന്തായാലും നിങ്ങക്ക് മനസ്സിലായല്ല? അല്ല, മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ തിരുത്തി തന്നത്. കുറച്ചു നാളായിട്ടേ എന്റെ കമ്പനി തകർക്കാൻ നോക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ മനസ്സിൽ കാണുമെങ്കിലേ ഞാൻ മാനത്ത് കാണും. നീ മാനത്ത് കാണുമ്പോഴേ അമ്മ ബഹിരാകാശത്ത് കാണും. കാണും. അതെ, ഞാൻ ചേച്ചിടത്തല്ല സംസാരിച്ചത്, ഞാൻ അമ്മയുടെ സംസാരിച്ചത്. ഓ അല്ല, എന്താ നിന്റെ പ്രശ്നം? എന്റെ കമ്പനിയിലെ സ്റ്റാഫിനെ അടിച്ചു മാറ്റാൻ നോക്കിയത് ഞാൻ അറിഞ്ഞു. എല്ലാം അറിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോലിക്കാരി അടിച്ചു മാറ്റി നോക്കുന്ന എന്താ പറഞ്ഞത്? അയ്യോ 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 അയ്യോ. എടാ, സംഗതി എന്തോന്ന് നിനക്ക് മനസ്സിലായോ? നിനക്കൊരു കല്യാണാലോചന വന്നില്ലേ? ഇതൊന്നില്ല. പക്ഷേ പേരെന്തോന്ന്? ചന്ദ്രിക അങ്ങനെ എന്തോ ആണ്. എന്തോ ആവട്ടെ. എടി കൊച്ചെ, ഒരു കല്യാണാലോചന വരുമ്പോഴേ ഇത് ആരാണ് ചന്ദ്രിക, എവിടുന്നാണ്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അത് നിന്റെ അച്ചാറ് കമ്പനി ജോലി ചെയ്യുന്നവളാണെന്ന് അറിഞ്ഞത്. ഇതിനാണ് ഈ കിടന്ന് തുള്ളിയത്. അല്ല, അത് അറിഞ്ഞപ്പോ തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ച്. ശരി ശരി, ഞാൻ വിശ്വസിച്ച്. അമ്മ കെട്ടിക്കാൻ നോക്കുന്നതാണ് എന്റെ കമ്പനി കെട്ടിപ്പൂട്ടാൻ നോക്കണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. എന്തോന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഈ കാതിൽ കൊണ്ടെത്തിച്ചതാര്? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഒരുപാട് ആലോചിക്കുന്നതാണ് പ്രശ്നം. ആരും ആയിക്കോട്ടെ, ഞാനെല്ലാം അറിഞ്ഞല്ലോ. ശരിക്ക് തരാം കേട്ടാ, എല്ലാത്തിനും ഞാൻ ശരിക്ക് തരാം. എന്റെ കമ്പനി വളർന്നോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അസൂയാണ്. അസൂയ. അച്ചാർ കമ്പനി വളരുന്നതിന് കൊച്ചേ, ഇവിടെ നോക്ക്. പണ്ടേ ചന്ദ്രഹാസിന്റെ മുറ്റത്തിട്ട് പച്ച മാലയൊക്കെ ഇട്ടുണ്ടോന്ന് നിന്നത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ വിചാരിച്ചെങ്കിലുണ്ടല്ലോ, നിന്നെ മൂടോടെ നീ ജനിച്ച മണ്ണിൽ എനിക്ക് കുഴിച്ചിടാമായിരുന്നു. അത് ചെയ്തില്ല ഞാൻ, അത് മറക്കണ്ട. എന്നെ ജീവനോട് കുഴിച്ചിടാന്നല്ലേ അതല്ലേ പറഞ്ഞത്? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. സുരഭി ആരാന്നേ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. അഹങ്കാരം. മഹാഹങ്കാരി. കയ്യിലൊരല്പം പുത്തം വന്നപ്പോഴത്തേക്കും അവളുടെ ഒരു ഇളക്കം കണ്ടില്ലേ? തന്നെ ഞാനതല്ല ആലോചിക്കുന്നത് ചേച്ചി. കോടികളിട്ട് അമ്മാനുമാടുന്ന ഞാനൊക്കെ ഇപ്പൊ എത്ര അഹങ്കരിക്കണം? കോഴികളോ? കോഴികളല്ല, കോടികൾ. കോടി കണ്ടിട്ടുണ്ടെങ്കിലല്ലേ അമ്മാനെ അവിടെ വെച്ച്. എന്നാലും എന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കി അവർക്ക് എന്ത് ധൈര്യമാണ് ഇത്ര സംസാരിക്കാനാ? നിങ്ങൾ എന്തോന്ന് കണ്ടോടെ നിങ്ങൾ ചോദിക്കാൻ വയ്യായിരുന്നോ? അതെ, കാര്യം എന്താണെന്ന് അറിയാതെ എങ്ങനെയാ ചോദിക്കുന്നത്? സത്യത്തിൽ എന്താ ചേച്ചി സംഭവിച്ചത്? ഓ, എന്റെ മേനോനെ ആരണ്ടോ പറഞ്ഞോലെ വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചെന്ന് പറഞ്ഞോലായിപ്പോയി. ചേച്ചി വെറും പാമ്പല്ലോ, രാജവമ്പാടി അവള്. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഇവളെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ ഇവൾ ഈ ചന്ദ്രഹാസം പീഠത്തിന് മാത്രമല്ല ഈ ഭൂഗോളത്തിന് തന്നെ ആപത്തായിരിക്കും.